പേരൻസ് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു? അദ്ദേഹത്തിൻ്റെ ഇഷ്യൂസ് വേറെയാണ്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ഗ്യാപ്സ് വേറെയാണ്, അദ്ദേഹം ഫിക്സ് ചെയ്ത പാറ്റേണും ഇഷ്യൂസും ടോട്ടലി എൻറ്റയർ സിനാരിയോ ഈസ് ഡിഫറെൻറ്റ്. നിങ്ങൾ നോക്കും, എൻ്റെ മാർക്ക് ഇത്രയാണ്, കട്ട് ഓഫ് ഇത്രയാണ്, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും. ഈ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്താൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ എക്സാമിനേഷൻസും എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഗോൾ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും അവർക്ക് ഉദ്ദേശിച്ചൊരു സ്കോറിലോട്ട് സാധാരണഗതിയിലെത്താൻ പറ്റാറില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ അവർ നേരിടുന്നത്? അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയായിരിക്കും? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2027 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അത് നിങ്ങൾക്കൊരു അസറ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ പേര് നിതിൻ, ഞാൻ കൈനറ്റിക്സ് ലേണിങ്ങിൻ്റെ CEO ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നീറ്റ് അല്ലെങ്കിൽ JEE ഇതുപോലുള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത് NCERT ആണ്. സോ NCERT തറോ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കുറേ നാളായിട്ട് കേട്ട് വരുന്നൊരു കാര്യമാണ്. സോ NCERT തറോ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ NCERT പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിലെ പറഞ്ഞ ആ ഒരു എക്സ്പെക്റ്റഡ് സ്കോർ വേഴ്സസ് റിയാലിറ്റിക്ക് ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് വരുന്നത്. NCERT തറോ ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് NCERTയിലെ ടോപ്പിക് വളരെ കൃത്യമായി കോൺസെപ്റ്റ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആഴത്തിൽ പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം MCQ പാറ്റേണിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് വരാമെന്നും അതിൻ്റെ ആൻസറിലോട്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ എത്താം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അതായത് NCERT ബേസ്ഡ് ഒരു ടോപ്പിക്കിൽ നിന്നിട്ടും CBSE അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷൻസ്, സ്റ്റേറ്റ് അല്ലെങ്കിൽ CBSE ബോർഡ് എക്സാമിനേഷൻസിന് വരുന്ന ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ട ആൻസേഴ്സിൻ്റെ പാറ്റേണും, അതും നീറ്റിൽ അതിൽ നിന്നിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനും അതിലോട്ട് എത്തേണ്ട ആൻസറിലോട്ട് എത്തേണ്ട ഒരു പാറ്റേണും രണ്ടാണ്. CBSEയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻസേഴ്സ് എഴുതണം. പക്ഷേ ഇതിൽ തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമേ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, അല്ലേ? സോ കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻ മെനി കേസസ് എലിമിനേഷൻ മെത്തേഡ് വർക്കൗട്ട് ചെയ്യും. അതായത് ഇതാകാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ ഇതേ വരുള്ളൂ എന്നുള്ളത്. ഇത് നമ്മൾക്ക് കുറേ സമയം ലാഭിക്കാനായിട്ട് പറ്റും. അതായത് കാൽക്കുലേഷൻസ് വേണ്ട, ഇതൊന്നും കൂടാണ്ട് തന്നെ ഒത്തിരി സമയം ലാഭിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സോ സമയം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ നല്ലൊരു ടെക്നിക്കാണ്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതൊരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ടോ ചെയ്താൽ ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടുന്ന് സമയം അഡീഷണലി കണ്ടെത്തും. ഇതൊക്കെ എക്സാമിനേഷന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ NCERT തറോ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ തറോ ചെയ്തതിന് ശേഷം അതുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താകണം, അതിലോട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ എത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മോക്ക് ടെസ്റ്റുകൾ എഴുതും. ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന, അതായത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ എക്സാമിനേഷൻസും എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഗോൾ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാംസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ നിലവാരം അളക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പേഴ്സ് എന്താണെന്ന് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് കാണരുത്. അല്ലെങ്കിൽ പേരൻസ് ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളൊരു ഡീലായിട്ട് ഇതിനെ ഒരിക്കലും കാണരുത്. എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ ഏതൊക്കെ ഭാഗത്ത് ഇംപ്രൂവ് ചെയ്യണമെന്നും അത് എങ്ങനെയുള്ള ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കണമെന്നും എത്ര ടൈം ബൗണ്ടിൽ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു മീഡിയമായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സാമിനേഷൻസിനെ കാണുക. ദാറ്റ് മീൻസ് ഒരു എക്സാം കഴിഞ്ഞിട്ട് ആ എക്സാമിൻ്റെ റിസൾട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പേരിനെതിരെയുള്ള നമ്പർ അല്ല, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റിയെന്നും എന്തുകൊണ്ട് തെറ്റിയെന്നും അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി അതിനോട് സാമ്യമുള്ള
അല്ലെങ്കിൽ അതേ പാറ്റേണിലുള്ള എന്ന് പറയാം, അതേ പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങളിത് ചെയ്തു നോക്കുക, റാൻഡമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ റിയലി അത് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വിച്ച് മീൻസ് ഈ ഓരോ എക്സാമിനേഷൻസും നിങ്ങളുടെ എക്സാമിനേഷൻ ജേർണിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്. ആ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സാമിനേഷൻ എഴുതി, ആ എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് വന്നു. ഈ ഒരു മാർക്ക് ഒരിക്കലും മറ്റൊരാളായിട്ട് എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഈ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ദ മെയിൻ പ്രോബ്ലം ഈസ് അദ്ദേഹത്തിൻ്റെ ഇഷ്യൂസ് വേറെയാണ്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ഗ്യാപ്സ് വേറെയാണ്, അദ്ദേഹം ഫിക്സ് ചെയ്ത പാറ്റേണും ഇഷ്യൂസും ടോട്ടലി എൻറ്റയർ സിനാരിയോ ഈസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്പാരിസൺ ഇല്ല. നിങ്ങളുടെ ജേർണിയാണ്, നിങ്ങളുടെ ഇഷ്യൂസാണ്. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻറ്റ് അത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. സോ അവിടെ ഒരിക്കലും ഒരു കമ്പാരിസൺ നടത്തരുത്. ആ കമ്പാരിസൺ നടത്തിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, നിങ്ങൾ നോക്കും എൻ്റെ മാർക്ക് ഇത്രയാണ്, കട്ട് ഓഫ് ഇത്രയാണ്, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും. ഈ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ ടുവേർഡ്സ് യുവർ അച്ചീവ്മെൻറ്റ് എത്താനായിട്ടോ പറ്റത്തില്ല. സോ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ വൃത്തിക്ക് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഈ റിപ്പീറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എങ്ങനെ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നീറ്റ് 2027 എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചവരാണ് നമ്മളെല്ലാവരും, അല്ലേ? സോ ഇതൊരു ചെറിയ ജേർണി അല്ല, ഇതൊരു വലിയ കാര്യമാണ്, ഒരു വലിയ ജേർണിയാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. സോ ആ ജേർണി എന്താണെന്നും അതിൻ്റെ പാത്ത് എന്താണെന്നും ഒരു ക്ലാരിറ്റി നമ്മൾക്കുണ്ടെങ്കിൽ, ആ യാത്ര ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ, ആ യാത്ര വിജയിച്ച് മുന്നേറി വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളും തീർച്ചയായിട്ടും കാണും. അപ്പം ഓൾ ദ ബെസ്റ്റ്.